ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 39. മോള് പറഞ്ഞത് ശരിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് അമേലിയയുടെ ഡാഡി ഡാനിയാണെന്ന്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞങ്ങൾ വന്നത് മീരയെ അന്വേഷിച്ചാണ്. മെറി ആ ലാപ്ടോപ്പ് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ തിരഞ്ഞു വന്ന മീരയുടെ വീട് ഇത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ മീര അവരെവിടെ? അവരെ ഒന്ന് വിളിക്കാമോ? ജോസഫിൻ്റെ ശാന്തമെങ്കിലും ഉറപ്പുള്ള ആ ചോദ്യത്തിനു മുൻപിൽ മിലി ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. ആ മുറിയിലെ വായുവിന് പെട്ടെന്ന് കനം വെച്ചതുപോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഏതൊക്കെയോ വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ കയത്തിലേക്ക് ആഴ്ന്നു പോകുന്നത് പോലെ അവൾ നിശ്ചലയായി നിന്നു. അമ്മ ഇവിടെയില്ല. ഈ വീട്ടിലിപ്പോൾ ഞാനും അലോഷയും മാത്രമേ ഉള്ളൂ. വിറയ്ക്കുന്ന സ്വരത്തിൽ മിലി പറഞ്ഞു നിർത്തിയപ്പോൾ എല്ലാവരും ഞെട്ടലോടെ അവളെ നോക്കി. ഒരു നിമിഷം ആ വീട് നിശബ്ദമായി. മീരയ്ക്ക് എന്ത് സംഭവിച്ചു? ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ അവൾ എവിടെയാണ്? മീരയ്ക്ക് ഒരിക്കലും അലോഷയെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ലല്ലോ. ഡാനിയുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടന്ന പ്രതീക്ഷകൾ കേൾക്കുന്ന ആഘാതം ആ മുഖത്ത് വ്യക്തമായിരുന്നു. ഡാനി, ആദ്യം ആ കുട്ടി പറയട്ടെ. ജോസഫ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതെനിക്ക് പറയാൻ കഴിയില്ല. അത് ഞങ്ങളുടെ കുടുംബപരമായ കാര്യമാണ്. ഞാൻ എന്തെങ്കിലും വെളിപ്പെടുത്തിയാൽ ചിലപ്പോൾ അലോഷയ്ക്കത് ഇഷ്ടമാകില്ല. തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തി. അലോഷയുടെ ദേഷ്യവും അവൻ്റെ ഉള്ളിലെ വെറുപ്പും ഓർത്ത് അവൾ ഭയന്നു. പക്ഷേ അമേലിയയ്ക്ക് നിയന്ത്രിക്കാനായില്ല. അവൾ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റ് മിലിയുടെ അരികിലേക്കെത്തി. അവളുടെ കൈകൾ പിടിച്ചുലിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് അവൾ ചോദിച്ചു, മിലി പ്ലീസ്, എൻ്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? എൻ്റെ അമ്മ ഇപ്പോൾ എവിടെയാണ്? ഒന്ന് പറയൂ. എനിക്കെൻ്റെ അമ്മയെ വേണം. അമ്മയെ ഒന്ന് കാണാനെങ്കിലും എന്നെ അനുവദിച്ചുകൂടെ? അമേലിയയുടെ വിലാപം ആ മുറിയിലാകെ പ്രതിധ്വനിച്ചു. വാട്ട് യു മീൻ? നിങ്ങൾ അമ്മയുടെ മകളാണെന്നോ? മിലി അവിശ്വസനീയതയോടെ പിന്നോട്ട് മാറി. അവളുടെ ഉള്ളിൽ ആകെ തകർന്നുപോയ ഒരു ബിംബത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടന്നു. അപ്പോൾ എൻ്റെ ഡാഡി പറഞ്ഞതെല്ലാം സത്യമായിരുന്നു അല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത എൻ്റെ മീരയമ്മ, അവരും എന്നെ ചതിച്ചു. അതെ, ഈ ലോകം അങ്ങനെയാണ്. എല്ലാവർക്കും പല മുഖങ്ങൾ, പല ഭാവങ്ങൾ. അവളുടെ കണ്ണുനീർ ദേഷ്യമായും നിരാശയായും പുറത്തേക്ക് വന്നു. ഞാൻ എത്ര മണ്ടിയാണ്! എൻ്റെ സ്വന്തം ഡാഡി നേരിട്ട് പറഞ്ഞിട്ട് പോലും ഞാൻ അവരെ അവിശ്വസിച്ചിട്ടില്ല. ഈ നിമിഷം വരെ ഞാൻ കരുതിയത് എൻ്റെ മീരയമ്മ സത്യമായിരുന്നു എന്നാണ്. പക്ഷെ എല്ലാം വെറുതെയായി. മിലി നിയന്ത്രണം വിട്ടു പുലമ്പിക്കൊണ്ടേയിരുന്നു. മിലിയുടെ തകർച്ച കണ്ട് ഡാനിയുടെ കണ്ണുകൾ നിറഞ്ഞു. ജോസഫ് പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങി. മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. മോളുടെ പപ്പ പറയുന്നതാണെന്ന് കരുതിയാൽ മതി. ചിലപ്പോൾ നമ്മുടെ വിശ്വാസങ്ങളൊക്കെ തെറ്റായേക്കാം. നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതും പറയുന്നതുമൊക്കെ പിന്നീട് വലിയ പശ്ചാത്താപത്തിന് ഇടവരുത്തിയേക്കാം. അതുകൊണ്ട് ആദ്യം മീരയെപ്പറ്റി ഞങ്ങൾക്ക് പറയാനുള്ളത് നീ കേൾക്കണം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയെല്ലാം. ഞങ്ങൾ പറഞ്ഞു തരുന്ന മീരയിൽ കുറ്റങ്ങളുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ പിന്നെ എന്തു വേണമെങ്കിലും ചെയ്തോളൂ. ജോസഫിൻ്റെ ശാന്തമായ വാക്കുകൾ മിലിയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഓഹ്, ഇനി നിങ്ങൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ടല്ലേ? ഓരോരുത്തരും ഓരോ കഥകൾ പറയുന്നു. ഇതിനിടയിൽപ്പെട്ട് ശ്വാസം മുട്ടുന്നത് ഞാനും അലോഷയും മാത്രമാണ്. എനിക്കിനി ആരുടെയും കഥകൾ കേൾക്കണ്ട. മീരയെപ്പറ്റി കേട്ടതൊന്നും സത്യമാകല്ലേ എന്ന് എന്നും പ്രാർത്ഥിച്ചിരുന്ന ഒരു മകളാണ് ഞാൻ. പക്ഷേ എല്ലാം സത്യമാണെന്ന് നിങ്ങൾ തന്നെ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു. ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് പോകാം. പുറത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ആജ്ഞാപിക്കുന്ന സ്വരത്തിൽ മിലി അത് പറയുമ്പോൾ അമലും ഡാനിയും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. അമേലിയയുടെ തേങ്ങലുകൾ ആ മുറിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. മിലി, ആരാ ഇവരൊക്കെ? പെട്ടെന്ന് ഉമ്മറപ്പടിയിൽ നിന്നും ഗാംഭീര്യമുള്ള ആ പുരുഷ ശബ്ദം മുഴങ്ങി. ആ ശബ്ദം കേട്ടതും മിലി ഒരു നിമിഷം തണുത്തുറഞ്ഞുപോയി. എല്ലാവരും ഞെട്ടലോടെ വാതിലിന് നേരെ തിരിഞ്ഞു. കയ്യിൽ കവറുകളുമായി നെറ്റിയിൽ പടർന്ന വിയർപ്പുതുള്ളികൾ തുടച്ചുകൊണ്ട് ആൽബി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ മുറിയിലുള്ള ഓരോരുത്തരുടെയും മുഖങ്ങളിലൂടെ സംശയത്തോടെയും ദേഷ്യത്തോടെയും കടന്നുപോയി. ഒടുവിൽ അവൻ്റെ നോട്ടം വിറച്ചു നിൽക്കുന്ന മിലിയിൽ ചെന്നു തറച്ചു. ആൽബി! ഡാനിയുടെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു. ഉള്ളിൽ വല്ലാത്തൊരു ഞെട്ടൽ പടരുന്നത് അവൻ അറിഞ്ഞു. ഇയാൾ എങ്ങനെ ഇവിടെ എത്തി?
മീരയുടെ വാക്കുകളിൽ നിന്നും താൻ അറിഞ്ഞ ആൽബി വെറും ഒരു മനുഷ്യനല്ല, വലിയ അപകടകാരിയാണ്. അങ്ങനെയെങ്കിൽ മീരയ്ക്കെന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു. ഡാനിയുടെ മനസ്സ് അപായമണി മുഴക്കി. ഡാഡി, ഇവർ മീരയമ്മെ അന്വേഷിച്ചു വന്നതാണ്. തൻ്റെ ചിന്തകളെയും ഭയത്തെയും മറച്ചു പിടിച്ച് മിലി ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു. ഓ, അവളെ അന്വേഷിച്ചപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങിയല്ലേ? ആൽബിയുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. അവൻ മിലിയെ രൂക്ഷമായി നോക്കി. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ നിനക്ക് വലിയ പ്രയാസമായിരുന്നല്ലോ. ഇപ്പോൾ മനസ്സിലായില്ലേ അവൾ ഏതു തരത്തിലുള്ള സ്ത്രീയായിരുന്നുവെന്ന്? ആൽബിയുടെ ആ പരിഹാസ്യത്തിന് മുൻപിൽ മറുപടി പറയാനാകാതെ മിലി തണുത്തുറഞ്ഞു നിന്നു. ആ വാക്കുകളിലെ വിഷം അത്രമേൽ തീക്ഷ്ണമായിരുന്നു. ജോസഫും അമലും കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാനാകാതെ സ്തംഭിച്ചുപോയി. ഡാനി മാത്രം ശാന്തത കൈവിടാതെ അയാളെ നോക്കി. എന്തോ വലിയൊരു ചതി നടന്നിട്ടുണ്ടെന്ന് അവൻ്റെ ഉള്ളം പറഞ്ഞു. മീര, അവൾ എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? ഞങ്ങൾ ഇപ്പോൾ തന്നെ പൊയ്ക്കോളാം. തൻ്റെ ശാന്തത നിലനിർത്തിക്കൊണ്ട് ഡാനി സാവധാനം ചോദിച്ചു. അപ്പോഴാണ് ആൽബിയുടെ കണ്ണുകൾ ഡാനിയിൽ പതിഞ്ഞത്. പരിചിതമായ ഏതോ മുഖം, എവിടെയോ കണ്ടു മറന്ന രൂപം. മീരയെ അന്വേഷിച്ചു വരണമെങ്കിൽ അവളുമായി വല്ലാത്തൊരു ബന്ധം ഇയാൾക്കുണ്ടാകണം. മനസ്സ് പറയുമ്പോൾ ആൽബി കണ്ണുകൾ ഇടുക്കി അവനെ സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് ആൽബിയുടെ മുഖത്ത് ഒരു വക്രബുദ്ധി തെളിഞ്ഞു. ഹോ, ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. നിനക്ക് അവളില്ലാതെ പറ്റില്ല അല്ലേ? കുറേ കാലം ഒരുമിച്ച് കഴിഞ്ഞതല്ലേ? അപ്പോൾ പിന്നെ തേടി വന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. ആൽബി ഡാനിയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു. മുറിയിലാകെ ഒരുതരം കടുത്ത നിശബ്ദത പരന്നു. ആൽബിയുടെ വാക്കുകൾ ഓരോന്നായി മിലിയുടെയും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ തറച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ കാലത്തെ കറുത്ത സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങുകയാണെന്ന് ആ മുറിയിലുണ്ടായിരുന്നവർക്കെല്ലാം തോന്നിപ്പോയി. സ്റ്റോപ്പ് യുവർ ബ്ലഡി നോൺസെൻസ്, ഡാനി അക്ഷമനായി അലറി. പക്ഷേ ആൽബി ഒട്ടും കുലുങ്ങിയില്ല. പരിഹാസം കലർന്ന ഒരു ചിരിയോടെ അയാൾ ഡാനിയുടെ നേരെ ചൂണ്ടെടുത്തു. ഇത് നിന്റെ രാജ്യമല്ല. വെള്ളക്കാരെ കാലങ്ങൾക്ക് മുൻപേ ഞങ്ങൾ ഇവിടെ നിന്നും പുറത്താക്കിയതാ. പിന്നെ നിന്റെ മീര, അവളിപ്പോൾ എവിടെയാണെന്ന് ആർക്കറിയാം? പിഴച്ച നടന്ന അവളെ അവളുടെ മകൻ തന്നെ ഇവിടെ നിന്നും പുറത്താക്കി. മനസാക്ഷിയുള്ള ആരും കേൾക്കാൻ അറയ്ക്കുന്ന വാക്കുകൾ അയാൾ ഒരു മടിയും കൂടാതെ വിളിച്ചു കൂവിക്കൊണ്ടേയിരുന്നു. ഡാനിയുടെ കണ്ണുകളിൽ കനൽ പടർന്നു. എന്നാൽ ആർക്കും തടയാനാകും മുൻപേ മിന്നൽ വേഗത്തിൽ അമേലിയ ആൽബിയുടെ മുന്നിലെത്തി. ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ അവളുടെ കൈകൾ ആൽബിയുടെ മുഖത്ത് ആഞ്ഞു പതിച്ചു. മുറിയിലാകെ വല്ലാത്തൊരു നിശബ്ദത പടർന്നു. മോളെ, നീ എന്തായി കാണിക്കുന്നത്? ജോസഫ് പരിഭ്രമത്തോടെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അയാൾക്ക് നിന്റെ ഡാഡിയുടെ പ്രായമുണ്ട്. അയാൾ മോശമായി എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ജോസഫ് തുടർന്നു മന്ത്രിച്ചു. കവിളിൽ കൈവച്ച് വിശ്വസിക്കാനാകാതെ ആൽബി ദേഷ്യം കൊണ്ട് വിറച്ചു. ആ ബെസ്റ്റ്, ഈ സാധനവും കൂടെ ഉണ്ടായിരുന്നോ? അയാൾ മിലിയെ നോക്കി പല്ല് കടിച്ചു. ഇപ്പോൾ എന്തു പറയുന്നു? നിനക്കായിരുന്നല്ലോ മീരയെക്കുറിച്ച് പറയുമ്പോൾ വല്ലാത്ത വേദന. ഇപ്പോൾ നിന്റെ കൺമുമ്പിലുണ്ട് അവളുടെ കാമുകനും മകളും. ഇങ്ങനെ ഇനി എത്ര എണ്ണം അന്വേഷിച്ചു വരുമെന്ന് ആർക്കറിയാം? ആൽബിയുടെ വാക്കുകൾ വിഷസർപ്പത്തെ പോലെ ആ മുറിയിലാകെ പടർന്നു. എന്നാൽ ആ അധിക്ഷേപം പൂർത്തിയാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ആൽബി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പെട്ടെന്ന് അകത്തുനിന്ന് മുഴങ്ങിയ ആ ശബ്ദം കേട്ട് എല്ലാവരും വാതിൽക്കലേക്ക് നോക്കി. അത് മിലിയുടെ അമ്മയായിരുന്നു. ദേഷ്യവും അമർഷവും നിറഞ്ഞ മുഖത്തോടെ അവർ ആൽബിയുടെ നേരെ നടന്നു വന്നു. മീര, അവൾ അങ്ങനെയുള്ള സ്ത്രീയല്ല. എനിക്കവളെ നന്നായി അറിയാം. മിലിയുടെ അമ്മയുടെ വാക്കുകൾ ഒരിടിമിന്നൽ പോലെയാണ് ആൽബിയുടെ മേൽ പതിച്ചത്. ഇത്രയും കാലം താൻ കെട്ടിപ്പൊക്കിയ നുണകളുടെ കോട്ടകൾ ഓരോന്നായി തകരുന്നത് അയാൾ ഭീതിയോടെ നോക്കി നിന്നു. നിങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. മിലിയുടെ അമ്മ ഡാനിയെയും കൂട്ടരെയും നോക്കി തുടർന്നു. പക്ഷേ മീരയെ രക്ഷിക്കാനാകുമെങ്കിൽ ഈ നരകത്തിൽ നിന്നും അവളെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകണം. സ്വന്തം മകന് വേണ്ടി മാത്രം ജീവിച്ച ആ പാവത്തിന് ഇന്ന് ആരുമില്ല. എല്ലാം ഈ മനുഷ്യൻ കാരണം. നേടാനാകാതെ പോയ ഒരു പെണ്ണിനോട് കാമം മൂത്ത് പ്രതികാരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാളുടെ ഭ്രാന്ത്. അതല്ലാതെ ഇതിനെ വിശേഷിപ്പിക്കാൻ എനിക്കറിയില്ല. അത് പറയുമ്പോൾ അവരുടെ സ്വരം വല്ലാതെ ഇടറിയിരുന്നു. ഡി, നിന്നെ ഞാൻ! ആക്രോശിച്ചുകൊണ്ട് ആൽബി അവർക്ക് നേരെ കൈവീശി. പക്ഷേ അവർ കുലുങ്ങിയില്ല. അയാളുടെ കൈകളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവർ തുടർന്നു. ആദ്യം ഇവരോട് പറയാനുള്ളത് പറഞ്ഞു തീർക്കട്ടെ, പിന്നെയാകാം നിന്നോട്.
നിങ്ങൾ അലോഷ്യയെ പോയി കാണണം. അവൻ്റെ മനസ്സിൽ അമ്മയോടുള്ള ആ വെറുപ്പ് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം. അലോഷി, അവൻ എവിടെയുണ്ടാകും? അത് കേട്ട് അമൽ ആകാംക്ഷയോട് ചോദിച്ചു. അവൻ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ പഠിപ്പിക്കുകയാണ്. വൈകുന്നേരം 4 മണി വരെ അവൻ അവിടെ ഉണ്ടാകും. മറുപടി നൽകിയ ശേഷം അവർ ആൽബിയുടെ കൈകൾ തട്ടിമാറ്റി അകത്തേക്ക് നടന്നു. വാ, നമുക്കിറങ്ങാം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അമൽ വേഗത്തിൽ തന്നെ കുട്ടികളെയും കൂട്ടി പുറത്തേക്ക് നടന്നു. ഡാനി ആ വീട്ടിലെ ഓരോ വസ്തുക്കളെയും അവസാനമായി ഒന്നുകൂടി നോക്കി. വർഷങ്ങൾക്കിപ്പുറം മീരയുടെ മണം തേടി വന്ന ഈ വീട് തനിക്ക് നൽകിയത് വലിയൊരു നോവാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു നനുത്ത കാറ്റ് അവനെ ആശ്വസിപ്പിക്കാൻ എന്നോണം തലോടി കടന്നുപോയി. അവർ പോയ ഉടനെ മിലിയുടെ അമ്മ വീണ്ടും ഉമ്മറത്തേക്ക് വന്നു. ആൽബിയുടെ കണ്ണുകളിലേക്ക് നോക്കി അവർ തറപ്പിച്ചു പറഞ്ഞു, ആൽബി, നിങ്ങളുടെ ഓരോ തെറ്റും ഞാൻ ക്ഷമിച്ചു. പലതും കണ്ടില്ലെന്ന് നടിച്ചു. അതൊക്കെ എൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ ഇനിയൊരു നിമിഷം പോലും നിങ്ങളുടെ പാപങ്ങളിൽ പങ്കാളിയാകാൻ ഞാൻ തയ്യാറല്ല. ഇനിയൊരിക്കലും എൻ്റെയോ മകളുടെയോ ജീവിതത്തിലേക്ക് നീ കടന്നു വരരുത്. ഇതൊരപേക്ഷയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ആരും ചോദിക്കാൻ വരില്ല. അത് കേട്ടതും ആൽബയുടെ മുഖത്ത് ഒരു വക്രച്ചിരി വിരിഞ്ഞു. അല്ലെങ്കിലും എനിക്ക് നിന്നെ വേണ്ടടി. നിന്നെ ഞാൻ കൂടെ നിർത്തിയത് തന്നെ വളർന്നു വലുതായി വരുന്ന ഈ മുതലിനെ കണ്ടിട്ടാ. അയാൾ തൻ്റെ മലീമസമായ ഒരു നോട്ടം മിലിക്ക് നേരെ എറിഞ്ഞു. വാക്കുകൾ പൂർത്തിയാക്കാൻ മിലി അയാളെ അനുവദിച്ചില്ല. തൻ്റെ അമ്മയെയും തന്നെയും അധിക്ഷേപിച്ച ആ വാക്കുകൾക്ക് മിലി മറുപടി നൽകി. സർവശക്തിയും എടുത്ത് അവൾ വീശിയ കൈകൾ ആൽബിയുടെ മുഖത്ത് ആഞ്ഞുപതിച്ചു. വർഷങ്ങളായി തൻ്റെ ഉള്ളിൽ അമർത്തിവെച്ച സങ്കടവും ദേഷ്യവും ആ ഒരൊറ്റ അടിയിൽ അടങ്ങിയിരുന്നു. ആൽബി സ്തബ്ധനായി നിന്നു. തൻ്റെ മകൾ തനിക്ക് നേരെ കൈ ഉയർത്തുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നീ എന്നെ അടിക്കുമല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. പകയോടെ പല്ല് കടിച്ചുകൊണ്ട് ആൽബി മിലിക്ക് നേരെ പാഞ്ഞു. പക്ഷേ അവളുടെ അമ്മ ഒരു മതിൽ പോലെ അവർക്കിടയിലേക്ക് നിന്നു. തൊട്ടുപോകരുതെൻ്റെ മോളെ. ഇനി ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിന്റെ ആ പുഴുത്ത നാവ് ഞങ്ങൾക്ക് നേരെ ഒരിക്കൽ കൂടി പൊന്തിയാൽ അത് ഞാൻ പിഴുതെടുക്കും. ഇറങ്ങട പട്ടി ഈ വീട്ടിൽ നിന്ന്. തൻ്റെ ശാന്തയായ അമ്മയുടെയും സ്നേഹനിധിയായ ഡാഡിയുടെയും വന്യമായ ആ ഭാവങ്ങൾ കണ്ട് മിലി പകച്ചു നിന്നുപോയി. അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. താൻ ഇതുവരെ കണ്ടിരുന്ന ലോകമല്ല ഇത്. ചുറ്റുമുള്ള പരിചിതമായ മുഖങ്ങളെല്ലാം ഭീകര രൂപികളായി മാറി തന്നെ നോക്കി പല്ലിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവളുടെ ശരീരം തളർന്നു. എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാൻ അവൾ ആഞ്ഞു ശ്രമിച്ചെങ്കിലും കൈകൾ വായുവിൽ തപ്പിത്തടഞ്ഞു. ബോധം മറിഞ്ഞ് പുറകോട്ട് മറിയുമ്പോൾ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകൾ അവസാനമായി മന്ത്രിച്ചത് ഒരേ ഒരു പേരായിരുന്നു, മീരമ്മേ. അതേസമയം കോളേജിൻ്റെ കവാടത്തിന് മുന്നിൽ, തൽക്കാലം നിങ്ങളാരും അലോഷ്യയെ കാണാൻ വരണ്ട. എല്ലാവരും വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി. ഞാൻ പോയി അവനെ കണ്ടിട്ട് വരാം. അമൽ വാഹനം ഒതുക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു. അമൽ, നീ അല്ല പോകേണ്ടത്, ഞാൻ തന്നെ പൊയ്ക്കോളാം, ജോസഫ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ചിലപ്പോൾ എൻ്റെ പ്രായത്തെ മാനിച്ചെങ്കിലും ആ കുട്ടി ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായേക്കും. നമുക്കിനി ഒരു പരാജയം കൂടി താങ്ങാനാവില്ല. ഇത് നമ്മുടെ അവസാന ശ്രമമാണ്. ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ അദ്ദേഹം ഓഫീസ് റൂം ലക്ഷ്യമാക്കി നടന്നു. എനിക്ക് പ്രിൻസിപ്പലിനെ ഒന്ന് കാണാനാകുമോ? അദ്ദേഹം അറ്റൻഡറോടായി ചോദിച്ചു. അദ്ദേഹം ഒരു മീറ്റിങ്ങിലാണ് സാർ. ഇവിടെ വെയിറ്റ് ചെയ്യൂ. മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ പറയാം. അറ്റൻഡർ ചൂണ്ടിക്കാണിച്ച കസേരയിലിരിക്കുമ്പോൾ ജോസഫ് ആകെ തളർന്നു പോയിരുന്നു. കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങൾക്കൊടുവിൽ ഒരാൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് നടന്നു വന്നു. സാറെന്താ ഇവിടെ? ആ ചോദ്യം കേട്ട് ജോസഫ് ആ ചെറുപ്പക്കാരനെ നെറ്റി ചുളിച്ചു നോക്കി. ഓർമ്മകളുടെ ഏടുകളിൽ ആ മുഖം തെളിഞ്ഞു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സാറിനെ മനസ്സിലായില്ലേ? എൻ്റെ പേര് വിമൽ. പണ്ട് സാർ വെളിയനാട് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ അവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഈ കോളേജിലെ അധ്യാപകനാണ്. വിമലിൻ്റെ വാക്കുകൾ ജോസഫിൻ്റെ മുഖത്ത് ഒരു നേർത്ത പുഞ്ചിരി വരുത്തി. ഒരുപക്ഷെ ഈ പഴയ ശിഷ്യൻ അലോഷ്യയിലേക്കുള്ള വഴി എളുപ്പമായേക്കാം. അങ്ങനെ ഒരു പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉടലെടുത്തു. ജോസഫ് ആ ശിഷ്യനെ സൂക്ഷിച്ചു നോക്കി. എവിടെയോ കണ്ടു മറന്ന മുഖം. ഒരധ്യാപകൻ്റെ ജീവിതയാത്രയിൽ എത്രയെത്ര മുഖങ്ങളാണ് ഇതുപോലെ മിന്നിമറയുന്നത്. എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്തിരിക്കുക അസാധ്യമാണ്. എങ്കിലും തൻ്റെ മുൻപിൽ വളർന്നു വലുതായി നിൽക്കുന്ന ഓരോ ശിഷ്യരെ കാണുമ്പോഴും ഒരധ്യാപകനുണ്ടാകുന്ന അഭിമാനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു. മോനെ, ഞാനിവിടെ ഒരാളെ കാണാൻ വന്നതാ, ജോസഫ് സാവധാനം പറഞ്ഞു.
ആരെയാ സാർ? വിമൽ കൗതുകം മറച്ചു വയ്ക്കാതെ ചോദിച്ചു. അലോഷി, അതാണ് അയാളുടെ പേര്. ഞാനും അദ്ദേഹത്തെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അലോഷി മാഷിനെയാണോ? അദ്ദേഹത്തിന് ഈ പീരീഡ് ക്ലാസ് ഇല്ല. ലൈബ്രറിയിൽ എവിടെയെങ്കിലും കാണും. സാർ ഇവിടെ ഇരിക്കൂ, ഞാനൊന്ന് നോക്കട്ടെ. അത് പറഞ്ഞുകൊണ്ട് വിമൽ ഇടനാഴിയിലൂടെ വേഗത്തിൽ നടന്നു മറഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ദൃഢമായ ചുവടുകളോടെ ഒരു ചെറുപ്പക്കാരൻ ജോസഫിൻ്റെ മുൻപിലെത്തി. ഗൗരവം നിറഞ്ഞ കണ്ണുകൾ. ആരാ? എനിക്ക് മനസ്സിലായില്ല. ആ ചെറുപ്പക്കാരൻ താഴ്ന്ന ശബ്ദത്തിൽ ചോദിച്ചു. അലോഷി. ജോസഫ് ആ പേരൊരു ചോദ്യചിഹ്നമായി ഉയർത്തി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളിനെ അദ്ദേഹം ആപാത ചൂടമൊന്ന് നിരീക്ഷിച്ചു. അതെ, ആരാണ്? എന്തിനാണ് എന്നെ കാണാൻ വന്നത്? അലോഷിയുടെ സ്വരത്തിൽ സംശയവും ഒപ്പം ബഹുമാനവും കലർന്നിരുന്നു. എൻ്റെ പേര് ജോസഫ്. മോൻ എന്നെ അറിയില്ല. എനിക്ക് മോനോട് കുറച്ചു നേരമൊന്ന് സംസാരിക്കണമായിരുന്നു. അടുത്ത ക്ലാസ് എപ്പോഴാ? അല്ലെങ്കിൽ ക്ലാസ് കഴിയുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാം. ജോസഫ് തികഞ്ഞ മര്യാദയോടെ പറഞ്ഞു. എനിക്കിനി ക്ലാസ് ഇല്ല സാർ. പക്ഷേ കുറച്ച് കുട്ടികളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, പ്രോജക്റ്റ് സബ്മിഷൻ്റെ കാര്യത്തിന്. അലോഷി തൻ്റെ ജോലി തിരക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അലോഷി, അത് നാളെയാണെങ്കിലും ചെയ്യാമല്ലോ. ഇദ്ദേഹം എൻ്റെ അധ്യാപകനാണ്. ഒരുപാട് ദൂരം നിന്നാണ് സാർ വരുന്നത്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് നിന്നെ കാണാൻ വരണമെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുണ്ടാകുമല്ലോ. അപ്പോഴേക്കും അവിടേക്ക് വന്ന വിമൽ ഇടയ്ക്ക് കയറി പറഞ്ഞു. വിമലിൻ്റെ വാക്കുകൾ അലോഷിയെ ഒന്ന് ചിന്തിപ്പിച്ചു. അയാൾ വിമലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്നാൽ സാറേ, ആ കുട്ടികളോടൊന്ന് പറഞ്ഞേക്കാമോ ഇന്നാരും പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണ്ട എന്ന്? അത് കേട്ടതും വിമൽ സന്തോഷത്തോടെ ജോസഫിന് കൈകൊടുത്തുകൊണ്ട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി. സാർ, എവിടെയാണ് താമസിക്കുന്നത്? എന്നെ കാണാൻ ഒരുപാട് ദൂരം വരണമെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡൻറ്റിൻ്റെ കാര്യത്തിനായിരിക്കുമല്ലോ. നമുക്ക് അങ്ങോട്ടിരുന്ന് സംസാരിക്കാം. ക്യാമ്പസിൻ്റെ ഒഴിഞ്ഞ ഒരു മൂലയിലേക്ക് അലോഷി വിരൽ ചൂണ്ടി. അലോഷി, ഞാൻ കട്ടപ്പനയിലാണ് താമസിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി വന്നത്. അലോഷി കാണിച്ചു കൊടുത്ത മരത്തണലിലെ ആ ബെഞ്ചിലേക്ക് ഇരുന്നു കൊണ്ട് ജോസഫ് സാവധാനം പറഞ്ഞു. തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ മകനോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നറിയാതെ അദ്ദേഹം ഒരു നിമിഷം മൗനമായി. അന്തരീക്ഷത്തിൽ ഒരു കനത്ത നിശബ്ദത പടർന്നു. മീരയുടെ കണ്ണീരും ഡാനിയുടെ കാത്തിരിപ്പും ആൽബിയുടെ ക്രൂരതകളും ആ മൗനത്തിൽ അലിഞ്ഞു ചേർന്നു. അലോഷി, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിനക്ക് കേൾക്കാൻ തീരെ താല്പര്യമില്ലാത്തതാവാം. പക്ഷേ എത്ര ഇഷ്ടമില്ലാത്തതാണെങ്കിലും അത് നീ മുഴുവനായി കേൾക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. ജോസഫിൻ്റെ ശബ്ദത്തിൽ ഒരപേക്ഷയുണ്ടായിരുന്നു. സർ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒന്നുമില്ല. ആര് എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും. അല്ലെങ്കിൽ തന്നെ നിങ്ങളെപ്പോലെ ഒരാൾ പറയുന്നത് കേൾക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അലോഷി പുഞ്ചിരിയോട് സൗമ്യമായി മറുപടി നൽകി. ഇത് അങ്ങനെയല്ല മോനെ. നിൻ്റെ അമ്മ മീരയുടെ കാര്യമാണ്. ജോസഫ് ആ പേര് പറഞ്ഞു തീർക്കും മുൻപേ അലോഷിയുടെ മുഖത്തെ ഭാവം അപ്പാടെ മാറി. ആ നിമിഷം വരെ ഉണ്ടായിരുന്ന സൗമ്യത അവൻ്റെ മുഖത്തു നിന്നും മാഞ്ഞുപോയി. എന്തെന്നില്ലാത്ത കോപം അവനെ കീഴ്പ്പെടുത്തുന്നത് പോലെ ജോസഫിന് തോന്നി. അവൻ്റെ കൈകൾ മുറുകി, താടിയെല്ലുകൾ വലിഞ്ഞു മുറുകി. എങ്കിലും തൻ്റെ വികാരങ്ങളെ അടക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ ദീർഘമായി ശ്വാസം വലിച്ചുവിട്ടു. എനിക്ക് ആ സ്ത്രീയെപ്പറ്റി കേൾക്കാൻ യാതൊരു താല്പര്യവുമില്ല. അലോഷിയുടെ സ്വരം കടുപ്പമേറിയതായിരുന്നു. പക്ഷേ നിങ്ങളൊരു അധ്യാപകനാണല്ലോ. ആ ഒരൊറ്റ പരിഗണനയിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം. പക്ഷേ ഒന്നുറപ്പാണ്, അവരെ വീണ്ടും സ്നേഹിക്കാൻ മാത്രം നിങ്ങൾ എന്നോട് പറയരുത്. ഞാൻ അവരെ ജീവനും തുല്യം സ്നേഹിച്ചതാണ്. പക്ഷെ അവരെന്നെ ചതിച്ചു. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിറഞ്ഞൊഴുകാൻ വെമ്പുന്ന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയ ജോസഫ് ഒരു കാര്യം മനസ്സിലാക്കി. ആ മകൻ്റെ ഉള്ളിൽ വെറുപ്പിനേക്കാൾ ഉപരിയായി ഇപ്പോഴും വിങ്ങുന്ന സ്നേഹമുണ്ട്. മോനെ, നിന്നെ എനിക്ക് മനസ്സിലാക്കാനാകും. പക്ഷേ നീ കണ്ടതും കേട്ടതും ഒന്നുമല്ല യഥാർത്ഥ സത്യങ്ങൾ. നിൻ്റെ അമ്മയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നീ അറിയണം. അതറിയുമ്പോൾ നിനക്ക് മനസ്സിലാകും നിൻ്റെ അമ്മ ആരായിരുന്നുവെന്ന്. ആ വാക്കുകൾ കേട്ടപ്പോൾ അലോഷി ആകാംക്ഷയോട് ജോസഫിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ നിറയുന്ന ഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹം പതുക്കെ ആ കഥ പറഞ്ഞു തുടങ്ങി. താൻ കേട്ടറിഞ്ഞതും മീര അനുഭവിച്ചതുമായ കാര്യങ്ങൾ വളരെ ചുരുക്കമായി ജോസഫ് വിവരിക്കുകയായിരുന്നു.
ആദ്യമൊന്നും വലിയ താല്പര്യമില്ലാതെ കേട്ടിരുന്ന അലോഷി ഓരോ സത്യങ്ങളും വെളിപ്പെടുമ്പോൾ അറിയാതെ ആ കഥയിലേക്ക് ആകൃഷ്ടനായി. ആൽബിയുടെ ക്രൂരതകളും ഡാനിയുമായുള്ള ബന്ധവും അമ്മയുടെ നിസ്സഹായ അവസ്ഥയും കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ വെറുപ്പിൻ്റെ മഞ്ഞുപാളികൾ ഉരുകാൻ തുടങ്ങി. മണിക്കൂറുകൾ കടന്നുപോയത് അവരറിഞ്ഞില്ല. ഒരു കഥയിൽ നിന്നും മറ്റൊരു സത്യത്തിലേക്ക് നീങ്ങാൻ അവന് എന്തെന്നില്ലാത്ത തിടുക്കമായിരുന്നു. തൻ്റെ അമ്മയെക്കുറിച്ചുള്ള പുതിയൊരു ചിത്രം അവൻ്റെ മനസ്സിൽ തെളിയുകയായിരുന്നു. തനിക്ക് വേണ്ടി മീര എന്ന പാവം സ്ത്രീ കടന്നുപോയ കഠിനമായ വഴികൾ ആ മകനെ വല്ലാതെ വേദനിപ്പിച്ചു. ആ അമ്മയുടെ ആഴമായ സ്നേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അറിവില്ലായ്മ കൊണ്ട് താൻ അവരെ വേദനിപ്പിച്ചതോർത്ത് അലോഷിയുടെ നെഞ്ചു പിടഞ്ഞു. അമ്മയിൽ നിന്നും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത തൻ്റെ യഥാർത്ഥ ഡാഡിയെപ്പറ്റി കേട്ടപ്പോൾ, അദ്ദേഹം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന സത്യം ഉൾക്കൊണ്ടപ്പോൾ അലോഷി വല്ലാതെ തകർന്നുപോയി. പക്വതയുള്ള ഒരു പുരുഷൻ്റെ എല്ലാ ഗാംഭീര്യവും വെടിഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്. കഥ എല്ലാവർക്കും ഇഷ്ടമാകുന്നു എന്ന് കരുതട്ടെ. ഇഷ്ടമാകുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുതേ.